ചെക്കന് നിന്നോട് പ്രേമൊന്നുമില്ല. അവരുടെ മതത്തിലെ ആളെ കൂട്ടണം. അതിന് നമ്മുടെ മതത്തിലെ താഴ്ന്ന ജാതിക്കാരാണ് ആവശ്യം. അതിനവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടും വരുന്നുണ്ട്. ഗണേഷ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം? നിന്റെ തരത്തിനും പ്രായത്തിനും പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏട്ടൻ കണ്ടുവച്ചിക്കണല്ലേ? ഞാനും കുറെ ആൾക്കാരെ കണ്ടതാ. അവർക്കൊക്കെ ആവശ്യം മറ്റു ചിലതാ. അങ്ങനെയല്ലാത്ത ഒരാൾ കണ്ടത് ഇർഫാനില്ല. നിന്റെ അഴിഞ്ഞാട്ടത്തിനെ ചന്ദ്ര ചാവണം. ഞാൻ ഇർഫാനെ വിട്ടിട്ട് വരില്ല. ഞാൻ ഓന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത്രയും കാലം ഏട്ടൻ തീരുമാനിച്ചില്ലേ? ഇതെന്റെ തീരുമാനം. ആരാണെന്ന് എനിക്കറിയാടാ. ഗണേഷ് ഇയാൾ പിടിച്ച് പുറത്തോട്ടോ. ചന്ദ്രബാ ഗണേഷ് വരാൻ ഇങ്ങോട്ട് വാ. ഇവിടെ പാടും. എനിക്കിങ്ങനെ പെങ്ങളില്ല, നിന്റെ ബന്ധുല്ല. അവർക്ക് ഇനി പോലീസ് കുറച്ചുകൂടെ ഒരിക്കലാക്കി കൊടുക്കും. ഞാനിങ്ങോട്ട് വന്നേ. ഇയാളെ കൊണ്ടുപോ. കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വാ. ഇങ്ങോട്ട് നടക്കുന്നതാ. മണിയർവാതിലെതിരപ്പോ പോലീസുകാരൻ പൊട്ടിയത്. നീ കിടന്ന് എന്തൊക്കെയാണ് ഒപ്പിക്കണാവും. നമ്മളിനിപ്പോ എന്താ ചെയ്യാ? എന്നോട് കൂടെ ഒന്നുമില്ല. ഞാൻ വെളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്താ മുട്ടുക്കിക്ക ഇങ്ങനെ രണ്ടാളും കടുംപിടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. ബച്ചിനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കൂ. അനക്ക് വന്നോ പാമ്പയ്ക്കൊന്ന് ചെന്നും മുണ്ടാണ്ട് നിക്കർഫോ. ചെന്തിട്ടാ പറയണത്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അനക്ക് ഉപ്പാനോട് കാക്കാനോട് എതിർക്കാനുള്ള ഉസിരുണ്ട. അവിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അല്ല പിന്നെ ഇങ്ങിട്ടത് ചിലപ്പോ ഒന്നും അത് മാറേണ്ടി വരും. കുഴപ്പമില്ലല്ലോ. ഉണ്ടാ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തണ വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിക്കണം. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചാ എന്താ എന്നോട് പറയാണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമ പറയണ പോലെ കേക്ക്. എനിക്കൊരു പേടിക്കണ്ട. ബാപ്പ എല്ലാം സമ്മതിച്ചേക്കണ. കേക്കണ്ട. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് താണ്ടിലെത്തിയിട്ടുണ്ട്. ഓളെ അനക്ക് കെട്ടിച്ചേരും. മറ്റോട്ടിട്ട് പോരെ. ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ, ഇപ്പം നമ്മളോളെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്ക്യൂ ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജാ. നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് അനിതേനെ പറയല്ലേ അതൊക്കെ മാമന് വിശ്വാസമല്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല മാമ. ഇനിയിപ്പോൾ പോലീസുകാർ ഒന്നുമില്ല. നീ അവളോട് കാര്യം പറയും. കേട്ടി ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ.
ശരിയോ അല്ലേ? നീ ഇന്ന് റെസ്ക്യൂമിൽ പോണല്ലേ നല്ലത് അല്ലേ? അതാകുമ്പോൾ സേഫ് ആയിരിക്കുമല്ലോ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇർഫാനെ. നമുക്ക് പറ്റൂടോ? ഇല്ലേ? ഇങ്ങോട്ടോക്ക്. നീ ഇപ്പോൾ ഒരക്കെ എന്നെ തീർത്താലും ഞാൻ വരും. അബു കാര്യമൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ ഉമ്മക്കാരെയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഞാൻ സെലീനും പോവാണ്. ഇജ്ജ് കലീലിനോട് ബാ, ബാക്കിയൊക്കെ പെരേപ്പി പറയാ. പോണ്ടല്ലേ? പോണ്ട, ഞാൻ വാപ്പാനോട് പറയാം. എല്ലാം ശരിയോ? ചെല്ല്, നീ പോ. ഞാൻ വരും. നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ, പുലരികൾ സന്ധ്യകൾ, മതിവരാ താളമാ